അടിപൊളി. ഇപ്പോഴാ ഇത് കറക്റ്റ് ആയി കണ്ടോ, അടിപൊളി സൂപ്പറായി. ഈ ബലൂണില്ല ഇതിന്റെ കവർ ഇത് ഞാനാ കൊടുത്ത കേട്ടോ. ഇത് ഇത് ഞാനാ കൊടുത്തേ. നീയാണോ? ഞാൻ കാണിച്ചേ എങ്ങനാ പിന്നെ അവസാനം ഇതെല്ലാം കൂടെ ഓവറായി കവർ ചെയ്ത് എന്നെ ഇവിടെ നടക്കുന്നേ മിഠായി അടുപ്പോ കഴിഞ്ഞോ കണ്ണ ഇത് കഴിഞ്ഞു. നിങ്ങൾ ഇന്നലെ രാത്രി തുടങ്ങിയതാണ് രണ്ടും കൂടി. ഇതിന്റെ ഉറക്കമൊന്നുമില്ല കേട്ടോ. ഇതിന്റെ കണ്ണിലോട്ട് നോക്ക് കേട്ടോ, ഉറക്കമൊന്നും ഇല്ല എനിക്ക്. ഭഗവാനെ ഇന്നും കാണത്തില്ലേ? ഇതൊക്കെ റെഡിയാക്കി ഇപ്പൊ റെഡിയാക്കാൻ വെച്ചിരിക്കുക സൗമ്യ. മേശയൊക്കെ സെറ്റ് ചെയ്തോ? ഒക്കെ റെഡിയാണ്. ഇവിടെ നിന്ന് ലൈവ് ചെയ്ത് കറക്റ്റ് സ്ഥലമാണ്. ഇവിടെ നിന്ന് നെറ്റ് കിട്ടുമോ? പിന്നെ ഇവിടെ നിന്ന് കിട്ടും. അല്ല ഈ തുണിയിട്ടാണോ നിങ്ങൾ വരുന്നത്? നിങ്ങൾ ഡ്രസ്സും മാറുന്നില്ലേ? ലൈവ് ചെയ്യാനായിട്ട് വേറെ നമ്മുടെ ഇടുന്ന ഡ്രസ്സ് ഉണ്ട്, അത് കിട്ടും. അപ്പൊ ഈ പ്രാവശ്യം പിറന്നാളിന് ഡ്രസ്സും ഇല്ല, കേക്കും ഇല്ല, ഗിഫ്റ്റും ഇല്ല, ഒന്നുമില്ല. 50 വയസ്സായില്ലേ, ഇനിയും കോഴിക്കണ്ട. ഈ പറഞ്ഞാൽ ഇങ്ങനെ പോട്ടെ. ഈ പിറന്നാൾ ഇനി പിറന്നാൾ കോഴിക്കുന്ന മൂക്കി പല്ലുകൾ 50 വയസ്സായെന്ന് പറഞ്ഞു കേട്ടോ. 19 വയസ്സാ പറ. ഇനിയാ പിറന്നാൾ എനിക്കോ? നിങ്ങൾക്ക് ഡ്രസ്സ് വേണ്ട. ഞാൻ ആ പഴയ ചാട്ടെടുത്തത് വെഡിങ് ആനിവേഴ്സറി എടുത്തിട്ടാ മതി. ആര് കാണാൻ അത് നശിപ്പിക്കരുത്. നല്ലൊരു ദിവസമായിക്കൊണ്ട് എന്ത് പറയാനോ. ഹാപ്പി ബർത്ത്ഡേ. എടാ എനിക്ക് വയ്യ, എനിക്ക് ദൈവമേ. വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. അയ്യോ എനിക്ക് വയ്യ. അയ്യോ മുണ്ടിൽ ചേർന്ന് നോക്കട്ടെ. ഒന്ന് വാ ഇത് വിഷയോ. ഓ എങ്ങനെയുണ്ട്? പിന്നെ സുന്ദരല്ലേ. സാറില്ല, ഞാൻ വണ്ണം വെക്കാനുള്ളതല്ലേ. രണ്ടും കൽപ്പിക്കാം. അടിമുടി കാണിക്കാം. അടിമുടി കാണിക്കാം. കൊള്ളാം, സൂപ്പറാ, അടിപൊളിയാ. ആരുടെയാ സെലക്ഷൻ? ആരുടെയാ? ആരുടെയാ? നിന്റെ വരൂല്ലേ കൂടെ. ഇത് പിള്ളേരെ നമ്മുടെ പിറന്നാൾ കുട്ടിയെ കണ്ടോ? പിറന്നാൾ കുട്ടി ഇവിടെ നിന്ന് വേണം പിറന്നാളിന് കേക്ക് കട്ടിയ. അടിപൊളി. കേക്ക് വേണ്ടേ? കണ്ടിച്ച് മധുരമുണ്ടെന്ന് നോക്കണം. ഒന്നും ചെയ്യരുത്. ഞാൻ കേക്കൊന്നും എടുത്തോട്ടെ. ഹാപ്പി ബർത്ത്ഡേ അത് കാണുന്നില്ലല്ലോ. നടുക്ക് വെള്ളക്കാക്ഷരം കാണുന്നേ. ഞാൻ ഹാപ്പി ബർത്ത്ഡേ പിടിക്കട്ടെ. ഇങ്ങനെ കട്ടിയുടെ ചേർക്കാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. Happy birthday, my dear Kanita. Thank you. Thank you so much. ഓടിയാ ഓൾറെഡി മണ്ടയ്ക്ക് പോയി. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ പോകും. നിങ്ങളില്ലാതെ നമ്മക്ക് എന്താ ആഘോഷമുള്ള പിള്ളേരെ. അപ്പോ എന്റെ കണ്ണേട്ടന് ഇന്നലെയും ഇന്നും മിനിഞ്ഞാന്നൊക്കെയായിട്ട് ബർത്ത്ഡേ വിഷസ് അറിയിച്ച ഞങ്ങളുടെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഇന്നും പിറന്നാൾ ആശംസിക്കാൻ നിൽക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ സന്തോഷ സൗമ്യയുടെ കണ്ണേട്ടന്റെ പിറന്നാൾ കേക്കിന്റെ ഒരു വീതം. തീർന്നില്ല. ഒരു മിനിറ്റ്, നിങ്ങൾക്ക് ഒരു സമ്മാനമുണ്ട്. ചെയ്യാൻ പറ്റും. ആള് വരുന്നു. ഹാപ്പി ബർത്ത്ഡേ. അയ്യോ ഇത് നമ്മൾ എനിക്ക് വായിച്ച സായിച്ചേട്ടാ. അയ്യോ അയ്യോ നമ്മുടെ ആശംസകൾ കേട്ടല്ലോ. താങ്ക് യു ഒരുപാട്. മേലിൽ പറയരുത് കൂടപ്പുറപ്പില്ലെന്ന്. ഞാനുണ്ട് കൂടപ്പുറപ്പായിട്ടെന്ന് പറഞ്ഞത് ഈ കണ്ണാടിക്കാരൻ
ഒരുപാട് സന്തോഷം. അയ്യോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ചോദിക്കാനും പറയാനോ ആളുണ്ട്. നോക്ക് പൊത്ത നീളമുള്ള ഒരാളാ. നിങ്ങക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നീ ഇപ്പൊ എന്താടി എന്നെ കുത്തി പറയുന്നേ? നീ എന്താടി എന്നെ കുത്തി പറഞ്ഞേ? കട്ടോ 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 അല്ല ചോദിച്ചിട്ടാ എന്തെങ്കിലും പറയണേ ഇപ്പൊ പറയണം. ഉണ്ടോ? ഇതുപോലെ സന്തോഷമായിട്ടിരിക്കട്ടെ. 2 പേരും 3 പേരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ എപ്പോഴും. ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ ഇപ്പൊ ഈ ലൈവിൽ വന്നേക്കുന്ന എന്നെ ചോദിക്കുന്ന ആൾക്കാർക്കൊക്കെ എന്റെ ഹൃദയം നിറഞ്ഞ ഹായ്. ഞങ്ങൾ 2 പേരുടെയും ഞങ്ങൾ ആദ്യം എല്ലാരും കേട്ടല്ലോ, എല്ലാരും കേട്ടല്ലോ. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഇത് കണ്ണേട്ടന്റെ പിറന്നാളിന് ഒരാള് കൊറിയർ അയച്ചതാ. എന്താവാന്ന് എനിക്ക് അറിയത്തില്ല. ഒരു സെക്കൻഡ് ഇതൊന്ന് മാറ്റി വെച്ചാലോ? അതവിടുന്നുള്ളൂ, സാരമില്ല. ഇത് തുറന്നു ഇത് കൈ കിട്ടിയപ്പോ തൊട്ട് ഇത് തുറന്നു നോക്കാതെ എനിക്കും പോലും ഞാനൊരു പൊന്നു റെഡി ഇത് തുറന്നു നോക്കിയിട്ട് നമുക്കിത് അതുപോലെ അടച്ചു വെക്കാം. കാരണം പൊന്നു പറഞ്ഞു വേണ്ട 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 ഇത് അന്ന് തന്നെ തുറക്കാവളം എന്നല്ലേ പറഞ്ഞത്. അപ്പൊ അതിനോട് ഒരു എഴുത്തുണ്ട്. എന്താ നോക്കാം. ടു കണ്ണേട്ടൻ, ജന്മദിനാശംസകൾ കണ്ണേട്ടൻ. സന്തോഷം നിറഞ്ഞ ഒരു ദിവസം, സന്തോഷം നിറഞ്ഞ ഒരു വർഷം ആശംസിക്കുന്നു. ജന്മദിനാശംസകൾ. നിങ്ങളുടെ ഓരോ പ്രത്യേക നിമിഷവും പുഞ്ചിരികൾ അയക്കുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ലാവണ്യ. ഓ എനിക്ക് വയ്യ എന്റെ ദൈവമേ. എന്താവാന്നറിയില്ല. ലാവണ്യ എന്താ പറയാ, ഒരുപാട് സന്തോഷം ലാവണ്യ. താങ്ക് യു സോ മച്ച്. എന്താ സംഭവം, എനിക്കിത് ഇന്നലെ വന്നപ്പത്തൊക്കെ തുറന്നു നോക്കാതെ എന്താ സംഭവം? പണം നോക്കാം. എന്താ വേണോ എന്തോ ഒന്ന് നോക്കട്ടെ. എന്തോ വേണം? നമ്മുടെ പടമായിരിക്കും. നമ്മുടെ പടമോ? അടിപൊളി. എനിക്ക് വയ്യ. അയ്യോ എന്റെ ദൈവമേ എനിക്ക് വയ്യ. ഇതെന്തോ ഇത്? ഇതുണ്ടോ? സൂപ്പർ. ഇതുണ്ടോ? കണ്ണേട്ടന്റെ പിറന്നാൾ, നമ്മുടെ ലാവണ്യക്കുട്ടിയുടെ പിറന്നാൾ സമ്മാനമാണ്. ഓയ് കാണാമോ? നോക്ക്. സൂപ്പർ. അടിപൊളി. വാവ് അടിപൊളി. കണ്ടാ? അടിപൊളി. താങ്ക് യു ലാവണ്യ. താങ്ക്സ് പറയാൻ പറ്റത്തില്ലല്ലോ നിന്നോട്. പക്ഷെ സൂപ്പർ സൂപ്പർ അടിപൊളി. നമ്മുടെ സന്തോഷമ്മയുടെ പ്രൊഫൈൽ പിക്കാണ് കേട്ടോ. സൂപ്പർ. നമ്മുടെ ലാവണ്യക്കുട്ടി തന്നാണ്. കണ്ടോ? സൂപ്പർ. കണ്ണന്റെ പിറന്നാളിന് കിട്ടാവുന്ന ഏറ്റവും വലിയ അടിപൊളി ഗിഫ്റ്റ് കേട്ടോ. അടിപൊളി. സൂപ്പർ സൂപ്പർ സൂപ്പർ. എന്തോ വേണം, പെങ്ങന്മാരുടെ ഒരു ബഹളമാണല്ലോ. ഓ എനിക്ക് ക്ഷമയില്ല. എനിക്ക് വയ്യ. എന്തുകൂടെ ഇത് ആരാഴ്ചയാണ് പറയണം. ഓണ്ടവേ വേണ്ട, ഞങ്ങൾ തോന്നുന്നു കൊട്ടയം വേണം. ഇന്ന് ഒരുപാട് സംഭവം കിട്ടിയിട്ടുണ്ട്. എനിക്ക് വയ്യ. അടിപൊളി. കാണിച്ചേ, എന്നെ കൂടെ കാണിച്ചേ. ഞാൻ അതിന്റെ ഒരു ലേശം മാത്രമേ കണ്ടു. എന്റെ ദൈവമേ. അത് കറക്റ്റ് ആക്കേ. സൂപ്പർ. എന്താ ചെയ്യാ? നോക്കിയേ, മറക്കി നോക്കട്ടെ. നീ അമ്മനെ കരയിച്ച ഇതാര് തന്നെയാന്നും കൂടെ പറ. ശരിക്കും എന്താ പറയാ, സൂപ്പർ. ഞങ്ങളിങ്ങനെ ആഗ്രഹിച്ച കേട്ടോ, ഇങ്ങനെ നമ്മൾ വേറൊരാളോട് പറഞ്ഞ് ചെയ്യിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷെ മനസ്സ് പോലെ തന്നെ ഞങ്ങളുടെ മനസ്സ് വായിച്ചറിഞ്ഞതുപോലെ ആയിപ്പോയല്ലോ. അടിപൊളി.
പക്ഷേ ഞാൻ വായിക്കാം. കണ്ണേട്ട, ഹാപ്പി ബർത്ത്ഡേ. എൻ്റെ പ്രിയപ്പെട്ട കണ്ണേട്ടന് 1000 ജന്മദിനാശംസകൾ എന്ന സ്നേഹത്തോടെ സ്വന്തം സുമീത് ജബ്ബാർ. സുമിതേ, രണ്ടുപേരും ഞങ്ങളോട് പറയാതെ എന്റെ ചങ്കടാ, നീ എന്താ പറയാ, ഇത്ര ദൂരല്ലേ ഉള്ളായിരുന്നല്ലോ, നിനക്ക് ഇവിടം വരെ ഒന്ന് വന്നുകൂടാ? അല്ല, നീ എന്നിട്ട് എന്താ ഇവിടെ കൊടുത്തിട്ട് പോയത്? നീ ഇങ്ങോട്ട് വരാനേ. പക്ഷെ ഇത് ഞാൻ സത്യം പറഞ്ഞാലുണ്ടല്ലോ, നീ ഇന്ന് ഞങ്ങൾക്ക് ഇവൻ എന്താ വീഡിയോ എഡിറ്റ് ചെയ്ത് തന്നില്ലല്ലോ, ഇവൻ എന്നതാ ഈ കാണിക്കുന്നതെന്നൊക്കെ ഞാൻ ചിന്തിച്ചു. പക്ഷെ ഞാൻ എൻ്റെ ഒരുപാട് ഞാൻ ആഗ്രഹിച്ചു. ഞങ്ങൾ സ്നേഹിച്ച് കേട്ടിട്ടുണ്ട് വെഡിങ് ആനിവേഴ്സറിക്കൊക്കെ വരുമ്പോൾ നമ്മൾ കണ്ടിട്ട് അടുത്ത വെഡിങ് ആനിവേഴ്സറി ഞാൻ പോയിനോട് പറഞ്ഞു, അടുത്ത വെഡിങ് ആനിവേഴ്സറിക്ക് നമുക്ക് ഇതുപോലൊരു ഫോട്ടോ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലൊരു ഫോട്ടോ നമുക്ക് ഫ്രെയിം ചെയ്ത് എടുക്കണം, ഒരു കല്യാണ ഫോട്ടോ നമുക്ക് വേണമെന്നൊക്കെ ഞാനിവിടെ പറഞ്ഞു നോക്കണേ. എന്തായാലും ഇത് കണ്ടോ, ഇത് ലാവണ്യ തന്നത്, ഇത് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. പക്ഷേ സുമീത് ഞങ്ങൾ ആഗ്രഹിച്ചതാണ് ഈ സംഭവം, ഞങ്ങൾ ആഗ്രഹിച്ചതാണ്, ഒരുപാട് ആഗ്രഹിച്ചു. ഇത് കണ്ടോ, ഞങ്ങളുടെ ഫേവറേറ്റ് ഫോട്ടോയാണ് ഇത്. ഞങ്ങളുടെ ആ ഒരുപാട് ഇഷ്ടമുള്ള ഫോട്ടോകൾ ഇത് ഞങ്ങളുടെ കല്യാണ സമയത്തുള്ള ഫോട്ടോകളാണ് ഇതൊക്കെ. പക്ഷെ ഞാൻ ഇവളിങ്ങനെ പറഞ്ഞ് എനിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു ഫോട്ടോസ്. എനിക്ക് കണ്ണന് കിട്ടിയ ഗിഫ്റ്റ് ആണേലും ഇതെന്റെയാ, കാരണം ഇതെന്റെ മനസ്സാ. എന്റെ എന്നെ തോപ്പിച്ച് കാണല്ലേ സത്യം പറഞ്ഞു. സത്യത്തിൽ ഒരുപാട് സന്തോഷമായി കേട്ടോ. ഈ നമ്മള് എന്താ പറയണ്ടേ, നമ്മുടെ ലാവണ്യക്കുട്ടി തന്നാണ് ഇത്. ലാവണ്യക്കുട്ടി എന്ന് പറഞ്ഞാല് എന്താ പറയാ, ഞാനിതുവരെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. എൻ്റെ ഒരു പെങ്ങള്, എനിക്ക് അതിനൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ ഒരു കൊച്ചു പെങ്ങളായിട്ട് എനിക്ക് ഒരുപാട് എന്താ പറയാ, ഒരുപാട് എനിക്ക് അതിനെ ഭയങ്കര ഇഷ്ടമാണ്. ഷാക്കുട്ടി എനിക്ക് ഇത്രയും ദിവസം ലൈവിൽ വരാതെ മാറി നിന്നത് ഇതിനു വേണ്ടിയായിരുന്നു അല്ലേ? വണ്ടി എടുക്കണ കായംകുളത്ത് പോവാ. സുമീതേ, എടാ നീ ഭയങ്കര ടീമാണല്ലോടാ. ഞാൻ ഇന്ന് രാവിലെ കൂടി ഞാൻ സുമീതിന്റെ കാര്യം പറഞ്ഞു, ചോദിച്ചു നോക്കി. ഞാൻ രാവിലെ കൂടി സുമീതിന്റെ കാര്യം പറഞ്ഞു. വീഡിയോ തന്നില്ലല്ലോ, എന്ത് പറ്റി സുമീതിന്? നീ വയ്യ എന്താണെന്ന് ഒരു ഇതുമില്ല നമുക്ക്. എന്താ സുമീതിന് വയ്യാടി? സൂപ്പർ 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 ഇതല്ലോ, സൂപ്പർ. ഒന്നുമില്ല, ഇതിന് പകരം വെക്കാൻ ഒന്നുമില്ല, ഒന്നും പറയാനില്ല, ഒന്നുമില്ല. സൂപ്പർ, താങ്ക് യു എന്ന് പറഞ്ഞാൽ ഒരു വാക്കിൽ ഒതുങ്ങുന്ന സംഭവമാണ്. ലൈവിൽ വരാതിരുന്നിട്ട് ഞങ്ങളെ അങ്ങ് ഞെട്ടിച്ചു കളഞ്ഞു. ഇത് ഒരിക്കലും മറക്കാൻ പറ്റില്ല, അത്രയ്ക്ക് സൂപ്പർ. നമുക്ക് പിറന്നാളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും മാറി ഞാനാണ് അതിന്റെ മുൻഗണന. ഇവർക്കൊക്കെ പിറന്നാളൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെയൊക്കെയോ ഉണ്ടായിരുന്നു. പക്ഷേ കണ്ണേട്ടന്റെ പിറന്നാൾ, കൊറേ അനിയന്മാരും കൊറേ പെങ്ങന്മാരും ഇതിനൊക്കെ പകരം ചെയ്യാൻ ഞാൻ വരുന്നുണ്ട് കേട്ടോ. എന്തായാലും ഒരിക്കലും എന്തായാലും കണ്ടിട്ടുണ്ട്. ഈ നമ്മുടെ എന്താ പറയുക യൂട്യൂബ് ചാനൽ തുടങ്ങിയ എൻ്റെ ആദ്യത്തെ പിറന്നാളാണ്. ആദ്യത്തെ പിറന്നാൾ ഇത്രയും വലിയ ഇങ്ങനത്തെ ഗിഫ്റ്റുകൾ നമുക്ക് ഒരിക്കലും എന്താ പറയാ ചിന്തിക്കാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത്. സുമിത് ചേട്ടാ സൂപ്പർ, അടിപൊളി, അടിപൊളി. അപ്പൊ എല്ലാവരോടും രാവിലെ കൂടി ഞാൻ ചിന്തിച്ചു എന്ത് പറ്റി സുമിത് ചേട്ടൻ എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. കാരണം ഇന്നലെ വൈകിട്ട് നൈറ്റിലെ ലൈവിലും വന്നില്ല. അപ്പൊ എന്ത് പറ്റി സുമിത് ചേട്ടന് ഇങ്ങനെ സൈലന്റ് ആയിട്ട് പെട്ടെന്ന് മിണ്ടാണ്ടൊക്കെ ലൈവിൽ വരാണ്ട് മാറിപ്പോയെന്നൊക്കെ ഞാൻ ചിന്തിച്ചു. അത് ഇതിനായിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ല. ഭയങ്കരം അതിഭീകരം. തോപ്പിച്ച് കളയുക ഓരോ ദിവസം കഴിയുമ്പോഴും കേട്ടോ, തോപ്പിക്കുക നിങ്ങൾ. എന്തായാലും ഒരുപാട് സന്തോഷം. എൻ്റെ മനസ്സ് കണ്ണേട്ടൻ്റെ പിറന്നാളാണെങ്കിൽ എൻ്റെ മനസ്സ് എനിക്ക് അറിയത്തില്ല. കാരണം എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഈ കല്യാണ വേഷത്തില് കണ്ണേട്ടന്റെ. എന്നോട് കുറെ നാളുകളായിട്ട് എന്നോട് പറയാറുണ്ട്, ഈ നമുക്ക് ഇങ്ങനെ കല്യാണം അതിനെ വീണ്ടും ഒന്നുകൂടെ പോയി കല്യാണം കഴിച്ചാലോ. ഇങ്ങനെ ഈ വീഡിയോസ് എടുത്ത് നോക്കുമ്പോഴത്തേക്കണ്ണ ഇത് കണ്ടോ ഇതുപോലെ നമുക്കൊന്ന് ചെയ്യിക്കണം കേട്ടോ, നമുക്ക് അടിപൊളിയാകാൻ നമുക്ക് അങ്ങനെ ചെയ്യിക്കണം എന്ന് പറഞ്ഞതാണ്. പക്ഷെ ഇതുപോലെ ഇപ്പം സുമിതേ ഞാനൊന്നും ആഗ്രഹിച്ചു, ശരിയാണല്ലോ ഒരു ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇത് സുമീത് ചെയ്തതിൽ ഞങ്ങൾ എന്താ പറയാ ഒരുപാട് ഒരുപാട് രണ്ട് ഫോട്ടോസും ഒരുപാട് സന്തോഷം. ഇത് നമ്മളുടെ പിന്നെ
ലാവണ്യക്കുട്ടിയുടെ കാര്യം പറയാൻ വാക്കുകളില്ലല്ലോ. കാരണം ഇത് കണ്ടോ, കൊള്ളം കേട്ടോ. ഈ വേഷം, മാല, ഓർണമെന്റ്സ് പഴയ ഫോട്ടോ എടുത്തിട്ട് എല്ലാം എല്ലാം ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. Nice. എന്തോ ഈ ഫോട്ടോ പിന്നെ അമ്മ എപ്പോഴും നെഞ്ചത്തോട്ട് എന്റെ ഫേവറേറ്റ് ആണത്. എന്റെ ഹൃദയ ഫോട്ടോ. ഞങ്ങൾക്ക് തമ്മിൽ ഒരു 10,000 ഫോട്ടോയ്ക്ക് മേളിലുണ്ട്. പക്ഷേങ്കിൽ എനിക്ക് ആ ഫോട്ടോ, ഇത് ഞങ്ങളുടെ കല്യാണ സമയത്തുള്ള, സത്യം കല്യാണ സമയത്തുള്ള ഫോട്ടോയാ. പക്ഷെ കൊള്ളാം, സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ വാക്കുകളില്ല. നമിച്ചു. എടാ മോനെ, ഈ ഫോട്ടോ തിരക്കി ഞങ്ങൾ എവിടെല്ലാം പോയെന്നറിയോ? ഞങ്ങളുടെ ഈ ചങ്ങനാശ്ശേരിയിൽ ആ ഭാഗത്ത് അവിടെ സ്റ്റുഡിയോയിൽ നമ്മൾ തിരക്കി. അവര് നോക്കട്ടെ, എടുക്കട്ടെ, അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. എങ്കിലും ആ ഫോട്ടോ നമുക്ക് സംഘടിപ്പിച്ച് തന്നു. അത് കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അന്നുള്ള ഫോട്ടോയാണ് ഈ കല്യാണ ഫോട്ടോ. കണ്ടോ, ആ കറക്റ്റായത്. അന്ന് ഊഴണ്ടാടി ഇല്ല, നോക്ക്. കണ്ടോ, അതെ ഉഷാന്താടിയില്ല, ആ കറക്റ്റ്. പക്ഷേ താങ്ക് യു സോ മച്ച്. ഇങ്ങനെ പറഞ്ഞെങ്കിൽ ഒരുപാട് സങ്കടം എനിക്കുണ്ടായിരുന്നു. എന്താ അറിയോ, സുമിത് വിളിച്ചില്ലല്ലോ, സുമിത് വീഡിയോ തന്നില്ലല്ലോ. ഞാൻ കുറച്ചു മുമ്പേ കൂടെ ചോദിച്ചു, എന്ത് പറ്റി സുമിത് വിളിച്ചില്ലല്ലോ, സുമിത് വീഡിയോ തന്നില്ലല്ലോ എന്ന്. പക്ഷേ സന്തോഷമായി മോനെ. പോട്ടെ, മനസ്സ് നിറഞ്ഞേട്ടോ. ഒരുപാട് ഞാൻ കൊണ്ട് കാണിക്കില്ല. കണ്ട സൂപ്പർ. സുമിതയുടെ എഴുതിയതും കൂടെ കറക്റ്റ്. ഇന്നലെ 12 മണിക്ക് വിഷ് ചെയ്ത കുറെ പേരുണ്ട്. കറക്റ്റ് 12 മണിക്ക് ഹാപ്പി ബർത്ത്ഡേ കണ്ണേട്ട എന്ന് പറഞ്ഞ് കുറെ പേര് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിൽ നമ്മുടെ വീഡിയോസിനും ലൈവിലും ഫേസ്ബുക്കിലും എല്ലാരും സ്റ്റാറ്റസിൽ ഇട്ടു, സ്റ്റോറിയിൽ ഇട്ടു. 12 മണിക്ക് എല്ലാവരോടും ഒരുപാട് സന്തോഷം. നന്ദി 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 പറഞ്ഞാൽ ഒരുപാട് സ്റ്റോറികൾ. എന്റെ കുടുംബങ്ങളല്ലേ, എല്ലാവരോടും നന്ദി കേട്ടോ. വാട്സപ്പില്, ഇൻസ്റ്റാഗ്രാമില്, ഫേസ്ബുക്കില് എല്ലാം ഒരുപാട് പേര് സ്റ്റോറികൾ ഇട്ടിട്ടുണ്ട്. കണ്ണേട്ടൻ എനിക്കറിയില്ല കേട്ടോ. ഞാൻ എപ്പോഴും ഒരു കുശുമ്പിന് വെറുതെ ഇങ്ങനെ തോണ്ടാൻ വേണ്ടി പറയും, ഇത് മൊത്തം നിങ്ങളുടെ ഫാൻസാണ്. തെളിയിച്ചു, മുഴുവൻ എന്റെ ഫാൻസാണ്. എന്തേലും ആയി പോട്ടെ. താങ്ക് യു. അപ്പൊ എല്ലാവരോടും നന്ദി കേട്ടോ. നമ്മുടെ കണ്ണേട്ടന്റെ പിറന്നാളെ ഇത്രയും മനോഹരമാക്കി കളറാക്കി തന്നതിന് എന്റെ എല്ലാ പ്രിയ സൗഹൃദങ്ങൾക്കും സഹോദരങ്ങൾക്കും മനസ്സിൽ തട്ടിക്കൊണ്ട് 1000 സ്നേഹം അറിയിച്ചുകൊണ്ട്, അപ്പോൾ നമുക്കിനി ലൈവിലേക്ക് നമുക്ക് ലൈവ് തുടങ്ങുന്ന സമയമായി. ഓക്കെ, ഓക്കെ ബൈ. സ്നേഹം അറിയിച്ചുകൊണ്ട് ബൈ ബൈ. താങ്ക് യു, ബൈ ബൈ. വാ, ഓക്കെ, ആ വഴി ഞാനിത് കൊണ്ടുപോവാം. ബാബാ, പോയേക്കാം.